കുകുർമുത്ത ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി. രാവിലെ 10 മണിയായിട്ടും അപ്പുറത്തെ വീട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവർ പുറത്തെ ലൈറ്റ് അണച്ചിട്ടില്ല. കുകുർമുത്തയുടെ മനസ്സിൽ അവരെക്കുറിച്ചൊരു സിനിമാ കഥ പോലെ മിന്നിത്തിളങ്ങി. ആരെയും ദ്രോഹിക്കാത്ത, ആരുടെയും കൊതിയും നുണയും പറയാത്ത, സമയത്തിന് ജോലികൾ തീർക്കുന്ന, വീട് വൃത്തിയായി സൂക്ഷിക്കുന്ന, എപ്പോഴും ചിരിച്ച മുഖമായി നടക്കുന്ന അവരോട് സുഹൃത്ത് ബന്ധം കൂടിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അടുത്തിടെയാണ് ഫോണിലൂടെ ഞാൻ അവരോട് ചങ്ങാത്തം കൂടിയത്. ഒരു ദിവസം കുറഞ്ഞത് 2 നേരം അവരോട് സംസാരിച്ചപ്പോൾ തന്നെ സമാധാനം കിട്ടി. നല്ലൊരു സുഹൃത്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരുന്നതെന്ന് നഗ്നസത്യം മനസ്സിലാക്കാൻ കുകുർമുത്ത വൈകിപ്പോയിരുന്നു. ഫേസ്ബുക്കോ വാട്സപ്പോ ഇല്ലാത്ത സോപ്പ് പെട്ടി പോലുള്ള ഫോൺ അവൾ കയ്യിലെടുത്തു. നമ്പരുകൾ പ്രാവ് അരിമണി കുത്തി തിന്നും പോലെ കുത്തിയെടുത്ത് അങ്ങേ തലയ്ക്കിൽ നിന്നുമുള്ള ശബ്ദം. ഹലോ, എന്തുണ്ട്? 10 മണിയായല്ലോ, പുറത്തെ ലൈറ്റ് അണച്ചിട്ടില്ല. എനിക്ക് പേടി തോന്നി. ഒറ്റയ്ക്കല്ലേ, അതാണ് ഞാൻ വിളിച്ചത് എന്ന് കുകുർമുത്തയുടെ വിറയ്ക്കുന്ന വാക്കുകൾ. പേടിക്കണ്ട, ധൈര്യം മാത്രം മതി. പിന്നെ കുറേ നല്ല സുഹൃത്തുക്കളും. അതാണ് എനിക്കുള്ള ധൈര്യം. അത് എനിക്കില്ലാത്ത ഒന്നാണ്, കുകുർമുത്ത മറുപടി പറഞ്ഞു. ഈ മതിലിനരികിലേക്കൊന്ന് വരുമോ? അമ്പലത്തിലെ കുറച്ച് പായസം തരാനാണ്. എത്ര വേണ്ട എങ്കിലും കഴിക്കുന്ന സാധനം ആരെങ്കിലും തന്നാൽ വേണ്ട എന്ന സ്വഭാവം എനിക്കില്ല. കാരണം ഏത് സമയത്താണ് എത്ര ധനികനും ഭക്ഷണത്തിന് കൊതിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ട് തന്നേരെ ഞാൻ കഴിച്ചു കൊള്ളാമെന്ന് അയലത്തെ അവൾ മറുപടി പറഞ്ഞു. വട്ടയില നിറയെ പായസം കൊണ്ടുവന്നിട്ട് കുകുർമുത്ത ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ ഈ അയലത്തെ എല്ലാവരും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്? അയ്യോ, അത് സാരമില്ല. ദ്രോഹിക്കുന്നവരുടെ ശക്തി കുറയുകയും ദ്രോഹം അനുഭവിക്കുന്നവരുടെ ശക്തി കൂടുകയും ചെയ്യും. അതാണ് ഈശ്വര നിയമം. നമ്മളെപ്പോഴും ക്ഷേത്രദർശനമൊന്നും നടത്തണ്ട. നല്ല പ്രവൃത്തി ചെയ്താൽ മതി. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി എന്ന് ആ അയലത്തെ അവർ പറയുമ്പോൾ കുകുർമുത്തയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യം തോന്നി. നാളെ ഞാൻ പോവുകയാണ് കേട്ടോ. എങ്ങോട്ട്? കുകുർമുത്ത ചോദിച്ചു. ഈ ലോകത്തിൻ്റെ മറുതലയ്ക്കലേക്ക്. അയ്യോ, ഈ ജനലിലൂടെ നോക്കുമ്പോൾ ഈ പ്രകാശവും മുഖവും കാണാൻ പറ്റില്ലല്ലോ. സാരമില്ല, 1 വർഷം കഴിഞ്ഞ് തിരികെ എത്തും, അപ്പോൾ കാണാം. വരണം കേട്ടോ. എനിക്ക് ആ പ്രകാശം കാണുന്നത് സമാധാനമാണ്. 1 വർഷത്തിന് ശേഷം കുകുർമുത്തയുടെ വീട്ടിൽ സാധനങ്ങളുമായി എത്തിയ ഒരു പയ്യനോട് കുകുർമുത്ത ചോദിച്ചു, അപ്പുറത്തെ അവർ ഇപ്പോഴെങ്ങാനും വരുമോ? ഇല്ലല്ലോ, 1 വർഷം കഴിഞ്ഞേ വരൂ എന്നാണ് എല്ലാവരും പറയുന്നത്. കുകുർമുത്തയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പടപടാ ഒഴുകി. കാരണം എൻ്റെ സങ്കടം പങ്കുവയ്ക്കാൻ ഇനി ആരുണ്ട്? സമാധാന വാക്കുകളും നല്ല തത്വങ്ങളും പറഞ്ഞു തരാൻ ഇനി ആരാണുള്ളത്? അതാണ് കുകുർമുത്തയുടെ സങ്കടം. 5 ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം നാട്ടിൽ നിന്നും അയലത്തെ അവർക്കൊരു ഫോൺ കോൾ വന്നു. അറിഞ്ഞോ? എന്ത്? കുകുർമുത്ത മരിച്ചു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അയലത്തെ അവളുടെ ഫോൺ കയ്യിൽ നിന്നും താഴെ വീണു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് അയലത്തെ അവളുടെ ഫോൺ കയ്യിൽ നിന്നും താഴെ വീണു. ഇനി ജനലിലൂടെ നോക്കി നിന്ന് സമയം കഴിഞ്ഞാലും ലൈറ്റ് അണയ്ക്കാൻ മറന്നു പോകുമ്പോൾ ആരന്വേഷിക്കും? ഓ, സാരമില്ല, ഇതൊക്കെ ലോക നിയമങ്ങളല്ലേ. ക്യാമറ കണ്ണുകളും ബാക്കിയാക്കി കുകുർമുത്ത ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അയലത്തെ അവൾ മനസ്സിൽ പിറുപിറുത്തു. നല്ലൊരു സുഹൃത്ത് അടുത്തുണ്ടായിരുന്നെങ്കിൽ ആ മരണം എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ചേനെ. പക്ഷേ നല്ലൊരു സുഹൃത്ത് ആ കുകുർമുത്തയുടെ അരികിൽ ഇല്ലാതായിപ്പോയല്ലോ എന്ന് അയലത്തെ അവൾ അത്രയും ദൂരത്തിരുന്നു കൊണ്ട് മനസ്സിലിങ്ങനെ പിറുപിറുത്തു.